ശ്രീയുമായി ബന്ധപ്പെട്ട് എല്ലാ LDFന്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്നും പിന്നെ UDF ഗവൺമെന്റിനെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനെയൊക്കെ വിമർശിച്ച് ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. അപ്പോ ഇവർ പൊട്ടന്മാരാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കാണോ എന്ന് ചോദിക്കാതെ നിർവാഹമില്ല. കാരണം എന്തെന്ന് വെച്ചാല് നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിന് ഫുള്ള് പിന്നെ പറ്റിച്ച് വഞ്ചിച്ച് ഘടകകക്ഷികളെ പോലും, എന്തിനു പറയുന്ന സ്വന്തം പാർട്ടിയുള്ള മറ്റാൾക്കാരെ പോലും അറിയിക്കാതെ വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയും പോയി ചേർന്നിട്ട് കഴിഞ്ഞ വർഷം PMശ്രീയിൽ ഒപ്പുവെച്ചു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. PMശ്രീയിൽ ഒപ്പുവെച്ചിട്ട് പല കോലാഹലങ്ങളും ഉണ്ടായിട്ട് നിങ്ങളെ ഘടകകക്ഷിയും കച്ചറ ഉണ്ടാക്കിയിട്ടായിട്ട് അതിൽ നിന്ന് പിന്മാറാന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടായിട്ട് ആ ഒരു തീരുമാനം അന്നുണ്ടായി. അന്നുണ്ടായപ്പോ തന്നെ വിദഗ്ധർ എല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ട്, അത് മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്നതിന് മനസ്സിലാക്കണം. വിദഗ്ധർ പറഞ്ഞൊരു വാക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ രണ്ട് ഗവൺമെന്റ് തമ്മിൽ, കേന്ദ്രവും പിന്നെ സംസ്ഥാനവും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിൽ ഏകപക്ഷീയമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ നിന്ന് പിന്മാറി പോവാൻ പറ്റൂല എന്ന് അന്ന് തന്നെ എല്ലാ വിദഗ്ധന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മതം ഇല്ലാതെ PMശ്രീയിൽ നിന്ന് കേരള ഗവൺമെന്റിന് പിന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ സഖാക്കന്മാർക്കും സൈബർ സഖാക്കന്മാർക്കും എല്ലാവർക്കും അറിയാം. എന്നിട്ടും UDF ഭരണത്തിൽ വന്നപ്പോൾ UDFന്റെ ഈ മികച്ച രീതിയിൽ പോകുന്നത് എങ്ങനെയെങ്കിലും വലിച്ചു താഴെ ഇടാൻ വേണ്ടി മനസ്സാക്ഷിയെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന വൃത്തികേടുണ്ടല്ലോ, കേരള ജനതകൾക്ക് അറിയാം. ഈ PMശ്രീയിൽ കേന്ദ്ര ഗവൺമെന്റ് ബാക്കോട്ടേക്ക് അടിക്കാതെ കേരള ഗവൺമെന്റിന് സുപ്രീം കോടതിയിൽ അതിനേക്കാൾ വലിയ കോടതിയിൽ പോയാലും PMശ്രീ കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഉണ്ടാക്കി വെച്ചതാരാണ്? LDF സർക്കാർ. അത് ആരാണ് പോയിട്ട് ഒപ്പിട്ടത്? പിൻവാതിലെ പോയിട്ട് ഒപ്പിട്ടത് പിണറായിയും പിന്നെ നമ്മളെ ശിവൻകുട്ടിയും വിദ്യാഭ്യാസ മന്ത്രിയും ആണ് പോയിട്ട് ഒപ്പിട്ടത്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തതിന് അവരെ വിമർശിക്കുന്നില്ല? നിങ്ങൾ ആദ്യം വിമർശിക്കേണ്ടത് നിങ്ങളെ നേതാക്കന്മാരാണ്. അവരാണ് പോയിട്ട് ഇത് ഒപ്പിട്ടിട്ട് വന്നത്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? വെറുതെ അല്ല നിങ്ങൾ എല്ലാവരും കമ്മി കമ്മി എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് വേറൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ഒപ്പിട്ടിട്ട് വന്നിട്ടായിട്ട് 1000 കോടിയാ മറ്റും നിങ്ങൾ പൈസ ശിവൻകുട്ടി തന്നെ വാങ്ങിയെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? 1000 കോടി ഫണ്ട് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് PMശ്രീയിൽ ഒപ്പിട്ടതിന്റെ പേരിൽ. എന്നിട്ടും നിങ്ങൾ ഈ മലന്ന് കിടന്നിട്ട് മൂത്രയിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ആദ്യം നിങ്ങളെ നേതാക്കന്മാർ പോയി വിമർശിച്ചിട്ട് വാ, എന്തിനു നിങ്ങൾ ഒപ്പിട്ട് എന്നുള്ളത്. ഒപ്പിട്ടിട്ട് എല്ലാ നൂലാമലകൾ ഉണ്ടാക്കി വെച്ചിട്ട് UDF സർക്കാരിന് അതിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി വെച്ചിട്ട് ഇപ്പൊ UDF സർക്കാരിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടോ? അതിന് കുറെ മാധ്യമങ്ങളും വല്ലാത്ത ജാതി.